ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് വരെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ ബലത്തിലോ പണത്തിന്റെ വലുപ്പത്തിലോ ഒന്നുമല്ല ആളുകൾ അച്ഛനെ ബഹുമാനിക്കുന്നത്. അച്ഛന്റെ വ്യക്തിത്വമാണ് ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനം. അതൊരിക്കലും മാറില്ല. സേതുമാധവൻ ഇപ്പൊ തീർന്നാണല്ലേ മോളെ? അയാള് ചാകണം. നെല്ലിശ്ശേരിയിലേക്കുള്ള എന്റെ തിരിച്ചുവരവും അയാളുടെ മരണവും ഒരു ദിവസം തന്നെ നടക്കുന്നത് നല്ലത്. ഇപ്പൊ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട് അല്ലേ മോളെ? സുഖമല്ല, തണുപ്പ. ഒരുപാട് കാലം പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നതൊക്കെ ശാന്തമായതിന്റെ തണുപ്പ്. അതെയോ? ഓ ശരി, ഞാൻ പറഞ്ഞേക്കാം. സേതുമാധവന് ബോധം തെളിഞ്ഞു. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. കഷ്ടമായി പോയി അല്ലേ മോളെ? ഒരു റീത്ത് വെക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. സാരമില്ല, അധികം താമസിയാതെ അതിനുള്ള അവസരം ഇനിയും വരും. മരണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഈ ഷോക്കിൽ നിന്ന് കരകയറാൻ സേതുമാധവൻ ഒരിക്കലും സാധിക്കില്ല. ഇന്നു മുതൽ മോള ഈ നെല്ലിശ്ശേരി വീടിന്റെ അധികാരി. ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ ഇത്രയും കാലം ഈ വീട്ടിൽ ജീവിച്ചത്. സേതുമാധവന്റെ തകർച്ച പൂർണ്ണമാവുന്ന ദിവസം. ദൈവം എനിക്ക് വേണ്ടി കാത്തുവെച്ച ദിവസം. നമ്മുടെ വീട് പോലെ തന്നെ കരുതിയാൽ മതി അച്ഛാ. അങ്ങനെ കരുതാവുന്നേ ഉള്ളൂ. വാടക വീട് എപ്പോഴും വാടക വീട് തന്നെയാ. നമ്മൾ എവിടെ താമസിക്കുന്നോ അത് നമ്മുടെ വീട് തന്നെയാ. അങ്ങനെ ചിന്തിച്ചാൽ മതി അച്ഛാ. അച്ഛൻ വാ, വാ.
എന്തിനാ മോളെ കരയുന്നത്? ഒരു കുഴപ്പമില്ലാതെ അച്ഛനിങ്ങ് വന്നില്ലേ? നീ അച്ഛനെ അകത്തോണ്ടി കിടത്ത്. അർച്ചന എവിടെ? ചേച്ചി പൂജാമുറിയില്ല. മോളെ തൊഴുതോളൂ അച്ഛാ. തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. എല്ലാ ദൈവങ്ങളും നമ്മളോട് കാണിച്ചത് അന്യായമാ. അച്ഛാ, ന്യായോ അന്യായോ ഒന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ അച്ഛാ. പക്ഷേ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് നമ്മളാ. ഇപ്പൊ ഒരു വാടക വീട്ടിൽ നിനക്ക് ഈ ദീപം തെളിയിക്കേണ്ടി വന്നില്ലേ? പിന്നെന്ത് ദൈവം? ഓരോന്നിനും ഓരോ കാലമുണ്ട് അച്ഛാ. ആ കാലത്തെ പരീക്ഷണങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പ്രതീക്ഷയും വിശ്വാസവും മാത്രം കൈവിടരുത്. നമ്മളൊരു പുതിയ വീട്ടിലെ താമസമാവുന്നു, അവിടെ സന്തോഷത്തിന്റെ ഒരു ദീപം തെളിയിക്കുന്നു. ഇതങ്ങനെ കണ്ടാൽ മതി. ഇതും നമ്മുടെ വീട് തന്നെയാന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു. പക്ഷേ അച്ഛന് അങ്ങനെ വിചാരിക്കാൻ പറ്റുന്നില്ലല്ലോ മോനെ. ഇന്നലെ വരെ നെല്ലിശ്ശേരിയിലെ സേതുമാധവനെ എല്ലാരും കണ്ടിരുന്നത് എത്ര ബഹുമാനത്തോടെയാ. ആ ബഹുമാനത്തിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല. ഇന്നുവരെ അച്ഛൻ ഉണ്ടാക്കിയ സ്വത്തിന്റെ ബലത്തിലോ പണത്തിന്റെ വലുപ്പത്തിലോ ഒന്നുമല്ല ആളുകൾ അച്ഛനെ ബഹുമാനിക്കുന്നത്. അച്ഛന്റെ വ്യക്തിത്വമാണ് ആ ബഹുമാനത്തിന്റെ അടിസ്ഥാനം. അതൊരിക്കലും മാറില്ല.